ഹലോ എവ്രിവൺ. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ രണ്ടാമത്തെ എവിക്ഷനിലൂടെ RJ ബിൻസി എവിക്റ്റ് ആയിരിക്കുകയാണ്. എവിക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള സംഭവം തന്നെയാട്ടോ. ഓരോ എവിക്ഷൻ കാണുമ്പോഴും നമുക്ക് മത്സരാർത്ഥികളുടെ അവരുടെ ഫീലിങ്സ് ഒക്കെ കാണുമ്പോൾ കഴിഞ്ഞു പോയിട്ടുള്ള സീസണിലൊരു മത്സരാർത്ഥി എന്ന നിലയിൽ അതൊക്കെ ഓരോ ഓർമ്മ വരും. അത്ര ആഗ്രഹം കൊണ്ട് നമ്മുടെ സ്വപ്നങ്ങളൊക്കെ അങ്ങനെ ഉയർത്തിപ്പിടിച്ച് നമ്മൾ പോയ ഒരു സ്റ്റേജ്, ഒരു വേദി നമ്മുടെ ഒരു ചെറിയ മിസ്റ്റേക്ക് കൊണ്ടോ അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് കൂടുതൽ സമയം നമ്മളെ മനസ്സിലാക്കാൻ കിട്ടാത്തത് കൊണ്ടൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോഴത്തെ ഒരു വേദന അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അത് കഴിഞ്ഞിട്ട് ഇനി കുറെ നാൾ ഇപ്പൊ RJ ബിൻസിക്കും രഞ്ജിത്ത് ചേട്ടനൊക്കെ കുറച്ച് നാൾ ആ ഒരു വിഷമം മനസ്സിലങ്ങനെ നിൽക്കും കേട്ടോ. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. പേഴ്സണലി ഞാൻ ഒരുപാട് ഫീൽ ചെയ്തിരുന്നു. കുറെ സമയം അതിന്റെ ഒരു വിഷമം അങ്ങനെ തങ്ങി നിന്നു. ഈ ബിൻസി ലാലേട്ടനോട് അവസാനം ചോദിക്കുന്നുണ്ട്, പറഞ്ഞു വിടാതിരിക്കാൻ എന്തെങ്കിലും ഒരു നിർവാഹം ഉണ്ടോ എന്നുള്ളത്. ഇതുപോലെ എവിക്ഷനിൽ അന്ന് ചോദിച്ചായിട്ട് ഞാനും ഓർക്കുന്നു. എന്നെ ശരിക്കും പറഞ്ഞു വിടാണോ ലാലേട്ട എന്ന് ചോദിക്കുന്നുണ്ട്. ലാലേട്ട അത് കേട്ടിട്ട് പോലുമില്ല. ആ സമയത്ത് ചുരുങ്ങിയ സമയമായിരിക്കും. ആ പരസ്യത്തിന്റെയൊക്കെ ഇടയ്ക്ക് നമ്മൾ എവിക്റ്റ് ആവുന്നതിന് ശേഷം ഒരു പരസ്യമൊക്കെ ഉണ്ടായിരിക്കും. അതിന് തൊട്ട് മുമ്പ് സംസാരിച്ച് നമ്മളെ ഒരു ഗുഡ് ബൈ പറഞ്ഞ് വിടേണ്ട തിരക്കില് ലാലേട്ടൻ പോലും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഓൾറെഡി ഡിസൈഡഡ് ആണ്. തീരുമാനങ്ങളൊക്കെ ഓൾറെഡി ഡിസൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചോദിച്ച ചോദ്യത്തിന് പോലും പ്രസക്തി ഉണ്ടായില്ല. സമയം വളരെ കുറച്ചായിരുന്നു. ഗെയിം മനസ്സിലാക്കാൻ ഒരാഴ്ചയിൽ കൂടുതൽ എടുത്തു. അപ്പോൾ അതൊക്കെ വീണ്ടും ഒരു ഓർമ്മയായി ബിൻസിയുടെ എവിക്ഷനിലൂടെ. എന്താണെങ്കിലും ഈ തോറ്റുപോയവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ വല്ല എന്തെങ്കിലുമൊക്കെ നിർവാഹം ഉണ്ടെങ്കിൽ ഈ ആദ്യം എവിക്റ്റ് ആയി പോയിട്ടുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് ഒരു അവസരമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു അല്ലേ? ഓക്കെ, നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. എന്തായാലും എവിക്ഷന്റെ എപ്പിസോഡ് ഇപ്പൊ ജസ്റ്റ് കണ്ടേ ഉള്ളൂ. അപ്പൊ അതിനുശേഷമുള്ള വീഡിയോ ആയതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയേണ്ടി വന്നത്. ഇന്നത്തെ എപ്പിസോഡിലുടനീളം നമ്മുടെ തുടക്കം തന്നെ അനുമോളുടെയും ജിസേലിന്റെയും വിഷയമൊക്കെ സംസാരിച്ചു. അനുമോൾ എന്താണെങ്കിലും ചെയ്ത കാര്യത്തിന് നിങ്ങളും കൂടി മറ്റുള്ളവരെ റൂൾസ് ബ്രേക്ക് ചെയ്യണ്ടോന്ന് നിങ്ങൾ കൂടി ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ ഒരു CID പണി ചെയ്തതിനാൽ ലാലേട്ടൻ അപ്രീഷിയേറ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പോ ബാക്കി കാര്യങ്ങൾ ജിസേലാണെങ്കിലും റൂൾ ബ്രേക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ സംസാരിച്ചു. കൂടുതൽ ഇങ്ങനെ നിയമങ്ങൾ തെറ്റിക്കുകയാണെങ്കിൽ നമുക്ക് ആക്ഷൻ എടുക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, അനുമോളോടും പറയുന്നുണ്ട്. ജിസേൽ ഇത് എതിർത്ത് പറയുന്നു. എന്നെ ഇങ്ങനെ ഒരു കയ്യേറ്റം ചെയ്യുന്ന രീതിയിൽ എന്റെ ദേഹത്തേക്ക് കൈ ഉയർത്തിയത് ഒരിക്കലും ശരിയായിട്ടൊരു കാര്യമല്ലെന്ന് ലാലേട്ടനൊപ്പം പറയാണ്. ശരിയാണ്, അങ്ങനെ ഒരു ഫിസിക്കൽ അസോൾട്ടിലേക്ക് വന്നാൽ അത് നമുക്ക് ഒരു ശല്യമായിട്ട് മാറും, ഒരു ബുദ്ധിമുട്ടായിട്ട് മാറും എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു. രണ്ടുപേരോടും നല്ല രീതിയിൽ സംസാരിക്കുന്നു. കണ്ടസ്റ്റൻസ് എല്ലാവരോടും സംസാരിക്കുന്നു. പ്രത്യേകം ഓരോരുത്തരോടും ലാലേട്ടൻ വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇന്നുണ്ടായിട്ടുള്ള ഈ ടാസ്കിൽ തന്നെ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള നമ്മൾ ലൈവിൽ കണ്ടവർ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ നമ്പർ കൊടുക്കുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. അതിനകത്ത് തന്നെ ഒരു ടാസ്ക് ഇല്ലാതാക്കുകയുണ്ടായിട്ടുണ്ട്. ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് അനീഷ് വാശി പിടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് സംസാരിക്കുന്ന അനീഷ് ഒരു കാര്യം തന്നെ പറഞ്ഞത് അത് സ്ഥാപിക്കാനായിട്ട് 4ഉം 5ഉം 6ഉം തവണ റിപ്പീറ്റ് ചെയ്ത് സംസാരിക്കുന്ന അനീഷിന് തന്നെ ക്ലിയർ ആയിട്ട് കാണിച്ചു കൊടുത്തു. ഇപ്പൊ അത് കാണുമ്പോൾ അത് എനിക്കും തോന്നുന്നുണ്ട് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന്. ചെറിയ ചെറിയ തെറ്റെനിക്ക് മനസ്സിലാവുന്ന അനീഷും അത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരോടും കാര്യങ്ങൾ സംസാരിക്കുന്നു. സ്റ്റാറിംഗ് കൊടുക്കുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. കൂടുതൽ പേരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളത് ജിസേലാണ്. ജിസേലിന് ഒരുപാട് സന്തോഷം ആവുകയാണ് ആ ഒരു ടാസ്ക് കഴിഞ്ഞപ്പോൾ. സാറ്റർഡേ എവിക്ഷന്റെ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വിട്ടുപോയി. മിഡ് വീക്ക് സസ്പെൻഷൻ ഉണ്ടായിരുന്ന നമ്മുടെ ശാരികയും ഒനിലും തിരിച്ചെത്തിയിട്ടുണ്ട്. അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. കാരണം അവരുടെ മിസ്റ്റേക്ക് കൊണ്ടല്ലാതെ, ശരി നോമിനേഷനിൽ വന്നു, പക്ഷെ എന്നാലും സഹായികളായിട്ട് അവർക്ക് കൊടുത്തവർക്ക് ഗെയിം പൂർത്തിയാക്കാൻ നല്ല രീതിയിൽ പറ്റാത്തതുകൊണ്ട് അവർ എവിക്റ്റ് ആയി പോവാണ് ഉണ്ടായത്. അപ്പോൾ ഇനി അവർക്കും അവർ തെറ്റിതിരുത്തി കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ ഇടപെടാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാവുകയാണ്. അപ്പൊ മിഡ് വീക്ക് സസ്പെൻഷൻ കേട്ട് രണ്ടുപേരും ഓട്ടോയിലാണ് വന്നിറങ്ങിയത്. അവർ രണ്ടുപേരും വന്നിറങ്ങി ആ ഓട്ടോ വെയിറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് അതിൽ നമ്മുടെ ബിൻസി തിരിച്ചു പോയി എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു കാര്യം എടുത്തു പറയണം. നമ്മുടെ 2 കണ്ടസ്റ്റൻസ് തിരിച്ചു വന്നിരിക്കുകയാണ്. കൂടെ നമ്മുടെ സ്പൈക്കുട്ടൻ എന്നാണ് പേര് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ വീട്ടിലേക്ക് പുതിയൊരു അതിഥി വന്നു. വളരെ ഫണ്ണി ആയിട്ടുള്ള കുറച്ച് വിഷ്വൽസ് നമുക്കത് കാണാൻ കഴിഞ്ഞു. നെവിയുടെ അടുത്താണ് പോയിട്ട് നെവിനോട് പോയി പണിപ്പുരയിൽ പോകാനുള്ള ഒരു അവസരം തരാം, ഒരു സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞു. നെവിൻ പോടും. വളരെ റിയൽ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ചിലർ അത് ഓവറാന്നൊക്കെ പറഞ്ഞു. അത് അയാളുടെ സഹജമായിട്ടുള്ള ഒരു രീതികൾ അങ്ങനെ തന്നെയാണ്. നെവിനെ ഞാൻ മുൻപ് പരിചയപ്പെട്ടപ്പോഴും നെവിൻ ഇങ്ങനെ തന്നെയായിരുന്നു. എനിക്കത് അറിയാവുന്നത് കൊണ്ട് പറയുകയാണ്. നെവിൻ ഏകദേശം അങ്ങനെ ഒരു ക്യാരക്ടർ തന്നെയാണ്. അത് വളരെ ഫൺ ആയിട്ടുള്ള എലിമെന്റ്സ് ഒക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പേർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അത് കാണാൻ പറ്റി. അപ്പൊ എന്തായാലും സ്പൈക്കുട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. വളരെ ക്യൂട്ട് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെ തൊടരുത് എന്നുള്ള സംഭവം പറഞ്ഞിട്ടുണ്ട്. സ്പൈക്കുട്ടനെ തൊട്ടാൽ മേ ബി ഷോക്ക് അടിച്ചേക്കാന്ന് പറയുന്നുണ്ട്. വിവരങ്ങളെല്ലാം ചോർത്താനായിട്ട് പുള്ളിക്കാരൻ അവിടെ തന്നെ ഉണ്ടായിരിക്കും. ഒരു പട്ടിക്കുട്ടിയുടെ ശബ്ദമൊക്കെ ഉണ്ട്. ആക്ച്വലി ഒരു ക്യൂട്ട് പപ്പി ഡോഗ് വരുന്ന പോലെ തന്നെയാണ് അത് വന്നത്. കൈ കാണിക്കുന്നുണ്ട്, കയ്യിൽ ഇങ്ങനെ ഹാർട്ട് കാണിക്കുന്നുണ്ട്, അതുപോലെ ഒരു സല്യൂട്ട് ഒക്കെ പറയുന്നുണ്ട്. വളരെ ക്യൂട്ടായിട്ട് ആളെ വീണ്ടും തിരിച്ച് സ്റ്റോർ റൂമിലാക്കിയിട്ടുണ്ട്. അപ്പൊ അത്രയൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ സൺഡേ എപ്പിസോഡ് കാണാനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ദിസ് ഇസ് വി ജെ ശാലിനി സൈനിങ് ഓഫ്. ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.